Hi everyone, welcome to Chemi Solutions. Chemi Solutionsൻ്റെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് VSEPR തിയറിയാണ്. VSEPR തിയറിയിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് പരീക്ഷകളിൽ കണ്ടുവരാറുണ്ട്. അതുകൊണ്ട് നമുക്ക് ടോപ്പിക്കിൽ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണിത്. അതുകൊണ്ട് നമുക്ക് ഈ ടോപ്പിക്കിലേക്ക് കടക്കാം. അതായത് വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൽഷൻ തിയറി, അതാണ് VSEPR തിയറി എന്ന് പറയുന്നത്. വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൽഷൻ തിയറി, ഈ തിയറിയുടെ യൂസ് എന്ന് പറയുന്നത്, പ്രധാനപ്പെട്ട യൂസ് എന്ന് പറയുന്നത്, VSEPR തിയറി നമ്മൾ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ ടു പ്രഡിക്റ്റ് ദ ഷേപ്പ് ഓഫ് മോളിക്യൂൾസ്, മോളിക്യൂളിൻ്റെ ഷേപ്പ് പ്രഡിക്റ്റ് ചെയ്യാൻ, മോളിക്യൂളിൻ്റെ ഷേപ്പ് ഓഫ് മോളിക്യൂൾസിൻ്റെ ഷേപ്പ് പ്രഡിക്റ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന തിയറിയാണ് ഏതെന്ന് പറയുന്നത് വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൽഷൻ തിയറി എന്ന് പറയുന്നത്. വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൽഷൻ തിയറി എന്ന് പറയുന്നത്. According to VSEPR theory, the shape of a molecule depends on the number of valence shell electron pairs around the central atom in the molecule. അതായത് VSEPR തിയറി പറയുന്നത് ഒരു മോളിക്യൂളിൻ്റെ ഷേപ്പ് എപ്പോഴും അതിലുള്ള സെൻട്രൽ ആറ്റത്തിന് ചുറ്റുമുള്ള എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നാണ് ഏത് തിയറി പറയുന്നത്? VSEPR തിയറി പറയുന്നത്. അതായത് വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയേഴ്സാണ് എന്തിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്? ഒരു മോളിക്യൂളിൻ്റെ ഷേപ്പിനെ ഡിറ്റർമിൻ ചെയ്യുന്നത് എന്നാണ് ഇത് പറയുന്നത് VSEPR തിയറി പറയുന്നത്. അതായത് VSEPR തിയറി പറയുന്നത് ഈ ഇലക്ട്രോൺ പെയേഴ്സിൻ്റെ ചാർജ് നമുക്കറിയാം നെഗറ്റീവ് ചാർജാണ്. അതുകൊണ്ട് തന്നെ ഈ ഇലക്ട്രോൺ പെയേഴ്സ് എന്ത് ചെയ്യും? മാക്സിമം റിപ്പൽ ചെയ്യും. എന്നിട്ട് റിപ്പൽഷൻ കൊണ്ട് അത് മാക്സിമം അകന്ന് നിൽക്കും അതിനെന്ത് കൈവരിക്കാൻ വേണ്ടി? സ്റ്റെബിലിറ്റി കൈവരിക്കാൻ വേണ്ടി. അങ്ങനെയാണ് മോളിക്യൂൾ ഓരോന്നും ഓരോ ഷേപ്പ് അറ്റൈൻ ചെയ്യുന്നതെന്നാണ് ഏത് തിയറി പറയുന്നത്? VSEPR തിയറി പറയുന്നത്. ഇനി ഈ VSEPR തിയറിയെ ഇലക്ട്രോൺ പെയേഴ്സിൻ്റെ ആ റിപ്പൽസീവ് ഇൻ്ററാക്ഷനെ കുറിച്ച് ഒരു പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നുണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഓർത്തിരിക്കുക. നമുക്ക് മോളിക്യൂൾസിൻ്റെ ഷേപ്പ് പ്രിഡിക്റ്റ് ചെയ്യാൻ ആവശ്യമായൊരു സ്റ്റേറ്റ്മെൻറ്റാണത്. അതെന്ന് പറഞ്ഞാൽ പ്രധാനമായും ഒരു മോളിക്യൂളിലെ സെൻട്രൽ ആറ്റത്തിൽ പ്രധാനമായും 2 ടൈപ്പുള്ള ഇലക്ട്രോൺ പെയേഴ്സ് കാണപ്പെടാറുണ്ട്. ഏതൊക്കെയാണെന്നറിയാമോ? ബോൺ പെയർ ആൻഡ് ലോൺ പെയർ. ബോൺ പെയർ ആൻഡ് ലോൺ പെയർ. എന്താണ് ബോൺ പെയർ, ലോൺ പെയർ? അത് നമുക്ക് പറയാം. ബോൺ പെയർ, ലോൺ പെയർ അത് പറയുന്നതിന് നമ്മളൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യുക. നമുക്കറിയാം വാട്ടർ മോളിക്യൂൾ നമ്മളിതാ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട് വാട്ടർ മോളിക്യൂളിനെ. ഇവിടെ നമുക്കറിയാം ഈ ബോണ്ട് ഫോം ചെയ്തിരിക്കുന്നത് 2 ഇലക്ട്രോൺ, ഓക്സിജൻ്റെ 1 ഇലക്ട്രോണും ഹൈഡ്രജൻ്റെ 1 ഇലക്ട്രോണും കൂടെ ചേർന്നാണ് ഈ ബോണ്ട് ഫോം ചെയ്തിരിക്കുന്നത്. ഹൈഡ്രജൻ്റെ 1 ഇലക്ട്രോണിനെ ഞാൻ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു, ഓക്സിജൻ്റെ 1 ഇലക്ട്രോണിനെ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് ഈ ബോണ്ട് ഫോം ചെയ്തിരിക്കുന്നത്. ഈ ബോണ്ടും അതേപോലെ തന്നെയാണ് ഫോം ചെയ്തിരിക്കുന്നത്. ഇവിടെ നോക്കിക്കേ, ഈ ഇലക്ട്രോൺ പെയേഴ്സ് എന്ന് പറയുന്നത് ഇവിടെ ബോണ്ടിങ്ങിൽ പങ്കെടുത്ത ഇലക്ട്രോൺ പെയേഴ്സാണ്. ഇങ്ങനെയുള്ള ഇലക്ട്രോൺ പെയേഴ്സിനെയാണ് നമ്മൾ ബോൺ പെയർ എന്ന് പറയുന്നത്. അതേപോലും ഇവിടെ കണ്ടോ 2 ഇലക്ട്രോൺ പെയർ, ഇവരെന്ത് ചെയ്യുന്നില്ല? ബോണ്ടിങ്ങിൽ പങ്കെടുക്കുന്നില്ല. അവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലോൺ പെയർ എന്ന് പറയുന്നത്. അന്നേരം ഒരു സെൻട്രൽ ആറ്റത്തിന് ചുറ്റും ബോൺ പെയറും കാണപ്പെടാം, എന്തും കാണപ്പെടാം, ലോൺ പെയറും കാണപ്പെടാം. ഇവരുടെ റിപ്പൽസീവ് ഇൻ്ററാക്ഷനെ കുറിച്ചുള്ള ഒരു കാര്യം, ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മുടെ VSEPR തിയറിയിൽ പറയുന്നുണ്ട്. അത് നമ്മൾ അറിഞ്ഞിരിക്കുക. അതായത് ലോൺ പെയർ റിപ്പൽഷൻ, ലോൺ പെയർ റിപ്പൽഷൻ is greater than lone pair bone pair repulsion, which is also greater than bone pair repulsion. ഇതാണ് VSEPR തിയറിയിൽ പറയുന്നത്. അതായത് റിപ്പൽസീവ് ഇൻ്ററാക്ഷൻ ഏറ്റവും കൂടുതൽ ആർക്കായിരിക്കും? ഒരു ലോൺ പെയർ, 2 ലോൺ പെയറുകൾക്കിടയിലുള്ള റിപ്പൽസീവ് ഇൻ്ററാക്ഷൻ ആയിരിക്കും ഏറ്റവും കൂടുതൽ.
ലോൺ പെയർ റിപ്പൾസീവ് ഇൻ്ററാക്ഷൻ ഈസ് ഗ്രേറ്റർ ദാൻ ലോൺ പെയർ റിപ്പൾസീവ് ഇൻ്ററാക്ഷൻ വിച്ച് ഈസ് ഓൾസോ ഗ്രേറ്റർ ദാൻ ബോൺ പെയർ റിപ്പൾസീവ് ഇൻ്ററാക്ഷൻ. ഇതാണ് VSEPR തിയറിയിൽ പ്രധാനമായും പറയുന്നത്. ഇനി VSEPR തിയറി വെച്ച് എങ്ങനെ മോളിക്യൂൾസിൻ്റെ ഷേപ്പ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാമെന്ന് നോക്കാം. അതായത് അതിനു വേണ്ടി നമ്മൾ ആദ്യം എളുപ്പ വഴിയിൽ നമുക്ക് ഷേപ്പ് പ്രെഡിക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ നിങ്ങൾക്കൊരു ട്രിക്ക് പറഞ്ഞു തരാം. നമ്പർ ഓഫ് ഇലക്ട്രോൺ പെയേഴ്സും അറേഞ്ച്മെൻറ്റും കണക്റ്റ് ചെയ്യുന്ന ഒരു ട്രിക്കാണിത്. അതായത് നമ്പർ ഓഫ് ഇലക്ട്രോൺ പെയേഴ്സ് അക്കോർഡിംഗ് ടു VSEPR തിയറി, നമ്പർ ഓഫ് ഇലക്ട്രോൺ പെയേഴ്സ്, ഇവിടെ അറേഞ്ച്മെൻറ്റ്, ഇത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ഏത് ഷേപ്പ് എളുപ്പം പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതായത് നമ്പർ ഓഫ് ഇലക്ട്രോൺ പെയേഴ്സ് സെൻട്രൽ ആറ്റത്തിന് ചുറ്റും 2 ആണെങ്കിൽ അതിൻ്റെ അറേഞ്ച്മെൻറ്റ് എന്തായിരിക്കും? ലീനിയർ ആയിരിക്കും. നമ്പർ ഓഫ് ഇലക്ട്രോൺ പെയേഴ്സ് 3 ആണെങ്കിൽ എന്ത് ഷേപ്പായിരിക്കും? ട്രയഗണൽ പ്ലനാർ ഷേപ്പായിരിക്കും. നമ്പർ ഓഫ് ഇലക്ട്രോൺ പെയേഴ്സ് 4 ആണെങ്കിൽ എന്ത് ഷേപ്പായിരിക്കും? TD മീൻസ് ടെട്രാഹെഡ്രൽ ഷേപ്പായിരിക്കും. നമ്പർ ഓഫ് ഇലക്ട്രോൺ പെയേഴ്സ് 5 ആണെങ്കിൽ എന്ത് ഷേപ്പായിരിക്കും? TBP മീൻസ് ട്രയഗണൽ ബൈപിരമിഡൽ ഷേപ്പായിരിക്കും. നമ്പർ ഓഫ് ഇലക്ട്രോൺ പെയേഴ്സ് 6 ആണെങ്കിൽ എന്ത് ഷേപ്പായിരിക്കും? OH എന്ന് പറഞ്ഞാൽ ഒക്ടാഹെഡ്രൽ ഷേപ്പ്. ഇത് നമ്മൾ ഓർത്ത് വെച്ചാൽ നമുക്ക് ഏത് മോളിക്യൂൾസിൻ്റെ ഷേപ്പും VSEPR തിയറി വഴി നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. അതായത് ഇപ്പം ഞാൻ കൺസിഡർ BeF2ൻ്റെ ഷേപ്പ്. നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് BeF2ൻ്റെ ഷേപ്പ് പ്രെഡിക്റ്റ് ചെയ്യാൻ ചോദിക്കുക. നമ്മൾ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ നമ്മൾ ഇതിനകത്ത് ഐഡൻറ്റിഫൈ ദ സെൻട്രൽ ആറ്റത്തിനെ ഐഡൻറ്റിഫൈ ചെയ്യുക. ഇവിടെ സെൻട്രൽ ആറ്റം ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു ട്രിക്ക് പറയാം. അതായത് ഏത് ആറ്റമാണോ ലീസ്റ്റ് നമ്പർ ഉള്ളത് അതാണ് എന്തെന്ന് പറയുന്നത്? സെൻട്രൽ ആറ്റം എന്ന് പറയുന്നത്. ഇവിടെ നോക്കിക്കേ, ലീസ്റ്റ് നമ്പർ ഉള്ളത് ആരാ? ബെർലിയമാണ്. സോ ബെർലിയം ഈസ് ദ സെൻട്രൽ ആറ്റം. ഇൻ BeF2 ബെർലിയം ഈസ് ദ സെൻട്രൽ ആറ്റം. ഇനി നിങ്ങൾ നോക്കേണ്ടത് എന്താണ്? ബെർലിയത്തിന് ചുറ്റുമുള്ള ഇലക്ട്രോൺ പെയേഴ്സിൻ്റെ നമ്പർ നോക്കുക. നമുക്കറിയാം 2 ഫ്ലൂറിൻ ആറ്റം ആകുമ്പോൾ ബെർലിയത്തിന് ചുറ്റും എത്ര ബോണ്ട് ഉണ്ടാവും? 2 ബോണ്ട് ഉണ്ടാവും. അതായത് 2 ഇലക്ട്രോൺ പെയറാണ് ബെർലിയത്തിന് ചുറ്റും ഉള്ളത്. അതുകൊണ്ട് 2 ഇലക്ട്രോൺ പെയർ ആണെങ്കിൽ നമ്മൾ അക്കോർഡിംഗ് ടു VSEPR തിയറി ഷേപ്പ് പഠിച്ചു കഴിഞ്ഞു. എന്ത് ഷേപ്പാണ്? ലീനിയർ ഷേപ്പാണ്. അതായത് ഈ മോളിക്യൂളിൻ്റെ ഷേപ്പ് ഇതാ ഇങ്ങനെ ആയിരിക്കും. ഇവിടുത്തെ ബോണ്ട് ആംഗിൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം. എത്ര ആയിരിക്കും ഇവിടുത്തെ ബോണ്ട് ആംഗിൾ? നോക്കിക്കേ, ഇത് നമ്മൾ മാത്സിൽ നമുക്കറിയാവുന്നതാണ്. ഇത് എത്ര ബോണ്ട് ആംഗിൾ വരും? 180 ഡിഗ്രി. എന്നിട്ട് നമുക്കിവിടെ എന്തൊക്കെ കിട്ടി? ഷേപ്പ് ഓഫ് ദ മോളിക്യൂൾ ലീനിയർ എന്ന് കിട്ടി, ബോണ്ട് ആംഗിൾ 180 ഡിഗ്രി. മനസ്സിലായോ എല്ലാവർക്കും? അടുത്ത നെക്സ്റ്റ് മോളിക്യൂൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് BF3 ആണ്. BF3 ഇവിടെ നമ്മൾ ഫസ്റ്റ് വൺ ഇവിടെ അതേപോലെ തന്നെ നമ്മൾ സെൻട്രൽ ആറ്റത്തിനെ ഐഡൻറ്റിഫൈ ചെയ്യുക. സെൻട്രൽ ആറ്റം ഏതാണ്? ബോറോൺ ആണ്. ബോറോണിന് ചുറ്റും എത്ര ഇലക്ട്രോൺ പെയേഴ്സ് ഉണ്ട്? നോക്കിയപ്പോൾ 3 ഇലക്ട്രോൺ പെയേഴ്സ് ഉണ്ട്. 3 ആയതുകൊണ്ട് നമുക്ക് ഷേപ്പ് മനസ്സിലായി. എന്താണ്? ട്രയഗണൽ പ്ലനാർ ആണ് ഷേപ്പ്. ഇനി ഈ ട്രയഗണൽ പ്ലനാർ ഷേപ്പ് എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നോക്കാം. നോക്കിക്കേ, ഇങ്ങനെയാണ് ട്രയഗണൽ പ്ലനാർ ഷേപ്പ്. ഇങ്ങനെയാണ് നമ്മൾ ട്രയഗണൽ പ്ലനാർ ഷേപ്പ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇവിടുത്തെ ബോണ്ട് ആംഗിൾ അന്നേരം എത്ര ആയിരിക്കും? 120 ഡിഗ്രി ആയിരിക്കും. ബോണ്ട് ആംഗിൾ 120 ഡിഗ്രി ആയിരിക്കും. മനസ്സിലായോ? അന്നേരം 2 മോളിക്യൂളിൻ്റെ ഷേപ്പ് നമ്മളിപ്പം ഏത് തിയറി വഴി പ്രെഡിക്റ്റ് ചെയ്തു? VSEPR തിയറി വഴി പ്രെഡിക്റ്റ് ചെയ്തു. മനസ്സിലായോ? ഇനി നെക്സ്റ്റ് മോളിക്യൂള് നമ്മൾ 2 ഇലക്ട്രോൺ പെയർ 3 ഇലക്ട്രോൺ പെയർ പറഞ്ഞു. ഇനി അടുത്തത് 4 ഇലക്ട്രോൺ പെയറുള്ള ഒരു മോളിക്യൂളിനെയാണ് പറയുന്നത്. അതായത് CH4. ഹിയർ ഫസ്റ്റ് സ്റ്റെപ്പ് എപ്പോഴും നമ്മൾ ഐഡൻറ്റിഫൈ ദ സെൻട്രൽ ആറ്റമാണ്. നമ്മൾ സെൻട്രൽ ആറ്റത്തിനെ ഐഡൻറ്റിഫൈ ചെയ്തു. കാർബണാണ് നമ്മുടെ സെൻട്രൽ ആറ്റം. കാർബണിന് ചുറ്റും എത്ര ഇലക്ട്രോൺ പെയർ ഉണ്ട്? 4 ഇലക്ട്രോൺ പെയർ ഉണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ടെട്രാഹെഡ്രൽ ഷേപ്പാണ്. നമുക്ക് ടെട്രാഹെഡ്രൽ ഷേപ്പ് വരച്ച് നോക്കാം. ടെട്രാഹെഡ്രൽ ഷേപ്പ് എങ്ങനെയാണെന്നറിയോ? ഇങ്ങനെ ടെട്രാഹെഡ്രൽ ഷേപ്പ്.
ദിസ് ഈസ് ദ ടെട്രാഹെഡ്രൽ ഷേപ്പ്. കണ്ടോ? ടെട്രാഹെഡ്രൽ ഷേപ്പ്, TD ഷേപ്പ്. ഇതിന് 4 ഇലക്ട്രോൺ പെയർ ആണെങ്കിൽ നമ്മൾ പറഞ്ഞു എന്ത് ഷേപ്പാണുള്ളത്? TD ഷേപ്പാണെന്ന് പറഞ്ഞു. ഇവിടുത്തെ ബോണ്ട് ആംഗിൾ ഒന്ന് പഠിച്ചു വെച്ചേക്കണം. ഇവിടുത്തെ ബോണ്ട് ആംഗിൾ 109 ഡിഗ്രി 28 മിനിറ്റ് ആണ്. ഇവിടുത്തെ ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത് 109 ഡിഗ്രി 28 മിനിറ്റ് ആണ്. എന്നിട്ട് നമ്മൾ 2 ഇലക്ട്രോൺ പെയർ വരുന്നത് പറഞ്ഞു, 3 പറഞ്ഞു, 4 പറഞ്ഞു. നെക്സ്റ്റ് നമ്മൾ ഏതായിരിക്കും പറയുന്നത്? 5 ഇലക്ട്രോൺ പെയർസ് വരുന്ന കേസാണ് പറയുന്നത്. 5 ഇലക്ട്രോൺ പെയർസ് വരുന്ന കേസ്. 5 ഇലക്ട്രോൺ പെയർസ് വരുന്നതിന് നമ്മളിവിടെ എടുക്കുന്ന എക്സാമ്പിൾ PCl5 ആണ്. PCl5 ഇവിടെയും നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഐഡൻറ്റിഫൈ ദ സെൻട്രൽ ആറ്റം. ഫസ്റ്റ് വൺ ഏതാണ്? ഇവിടുത്തെ സെൻട്രൽ ആറ്റം ഫോസ്ഫറസ് ആണ്. ഫോസ്ഫറസിന് ചുറ്റും എത്ര ഇലക്ട്രോൺ പെയർസ് വരുന്നുണ്ട്? 5 ഇലക്ട്രോൺ പെയർസ് ഉണ്ട്. അതുകൊണ്ട് നമുക്കിതിൻ്റെ ഷേപ്പ് മനസ്സിലായി. എന്താണ്? ട്രൈഗണൽ ബൈപിരമിഡൽ TBP ഷേപ്പാണ്. നമുക്ക് ട്രൈഗണൽ ബൈപിരമിഡൽ ഷേപ്പ് എന്ന് വരച്ച് നോക്കാം. എന്താ? ഇങ്ങനാണേ, നോക്കിക്കോ. ട്രൈഗണൽ ബൈപിരമിഡൽ ഷേപ്പ്. ഇതാണ് ട്രൈഗണൽ ബൈപിരമിഡൽ ഷേപ്പ്. ഇതാണ് TBP ഷേപ്പ് എന്ന് പറയുന്നത്. ഇവിടെ ബോണ്ട് ആംഗിൾ 2 ടൈപ്പ് ബോണ്ട് ആംഗിൾ വരുന്നുണ്ട്. അതായത് ഈ കാണുന്ന ബോണ്ട് ആംഗിൾ ഇല്ലേ, ഇത് 120 ഡിഗ്രിയും ഈ കാണുന്ന ബോണ്ട് ആംഗിൾ എത്ര? 90 ഡിഗ്രി. അങ്ങനെ 2 ടൈപ്പ് ബോണ്ട് ആംഗിൾ ഏത് ഷേപ്പിൽ വരുന്നുണ്ട്? TBP ഷേപ്പിൽ വരുന്നുണ്ട്. അന്നേരം PCl5ൻ്റെ ഷേപ്പ് നമ്മൾ VSEPR തിയറി വഴി ഇങ്ങനെയാണ് പ്രെഡിക്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് 6 ബോണ്ട് പെയേഴ്സ് വരുന്ന മോളിക്യൂളാണ്. 6 ബോണ്ട് പെയേഴ്സ് വരുന്ന മോളിക്യൂളാണ്. 6 ബോണ്ട് പെയേഴ്സ് വരുന്ന മോളിക്യൂളിന് ഒരു എക്സാമ്പിൾ ഏതാ? SF6. നോക്കിക്കേ, SF6. ഇവിടെയും നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഐഡൻറ്റിഫൈ ദ സെൻട്രൽ ആറ്റം. ഹിയർ ദ സെൻട്രൽ ആറ്റം ഈസ് സൾഫർ ആറ്റം. സൾഫറാണ്. പിന്നെ നമ്മൾ എന്താ നോക്കേണ്ടത്? സൾഫർ ആറ്റത്തിന് ചുറ്റുമുള്ള വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർസ് ആണ് നോക്കേണ്ടത്. ഇവിടെ എത്ര ഇലക്ട്രോൺ പെയർ ഉണ്ട്? 6 ഇലക്ട്രോൺ പെയർ ഉണ്ട്. സോ നമുക്കറിയാം 6 ഇലക്ട്രോൺ പെയർ വന്നാൽ ഏത് ഷേപ്പാണെന്ന് നമ്മൾ പറഞ്ഞു? OH, ഒക്ടാഹെഡ്രൽ ഷേപ്പാണെന്ന് പറഞ്ഞു. അന്നേരം നമുക്ക് ഒക്ടാഹെഡ്രൽ ഷേപ്പ് വരച്ച് നോക്കാം. ഒക്ടാഹെഡ്രൽ ഷേപ്പ് എന്ന് പറയുന്നത് ദാ ഇങ്ങനെ, ഒക്ടാഹെഡ്രൽ ഷേപ്പ്. ദിസ് ഈസ് ദ ഒക്ടാഹെഡ്രൽ ഷേപ്പ്. ഇവിടുത്തെ ബോണ്ട് ആംഗിൾ എന്താണെന്നറിയോ? ഇവിടെ എല്ലാ ബോണ്ട് ആംഗിളും 90 ഡിഗ്രിയാണ്. അന്നേരം നമ്മൾ ഒരു മോളിക്യൂളിൻ്റെ ഷേപ്പ് അറിഞ്ഞിരിക്കുക, അതിൻ്റെ ബോണ്ട് ആംഗിൾ അറിഞ്ഞിരിക്കുക. ഇങ്ങനെയാണ് നമ്മൾ VSEPR തിയറി വഴി ഓരോ മോളിക്യൂളിൻ്റെയും ഷേപ്പ് പ്രെഡിക്റ്റ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ശരിക്കും ഇതിനകത്ത് ഡിസ്കസ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരു സെൻട്രൽ ആറ്റത്തിന് ചുറ്റും ബോണ്ട് പെയർ വരുന്ന കേസ് മാത്രമാണ്. ഇനി ലോൺ പെയർ വരുമ്പോൾ നമുക്ക് ഈ ഷേപ്പിൽ ചെറിയ വേരിയേഷൻസ് വരും. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഈ ടോപ്പിക്ക് എല്ലാവർക്കും നല്ലവണ്ണം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.